how can I not do this all over again? After all these years, to come and stand before the Lord, my children and friends. And through the trials and fears, the smiles and tears, the Lord has seen us through. So after all these years, how could I not say I still do? After all these years, my love has grown stronger than when we first began. And after all these years, I'm glad to see that love has brought us to where we now stand. And through our life and love, the Lord above has surely seen us through. So after all these years, how could I not say I still do? Oh, the Lord put us together, and He joined these two hearts. So what the Lord has joined together, no one could tear apart. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അവർണ്ണനീയമായ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് നന്ദി. ഓരോ ജൂബിലി ആഘോഷങ്ങളും ദൈവം തങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന അവസരങ്ങളാണ്. ഇന്നേ ദിവസം വിവാഹത്തിൻ്റെ ഗോൾഡൻ ജൂബിലി നിറവിലായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള പപ്പായ്ക്കും മമ്മിക്കും വിവാഹ വാർഷിക മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മക്കളും കൊച്ചുമക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസത്തിൻ്റെ മാറ്റുകൂട്ടുവാൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് ആനന്ദഘോഷത്തോടെ ആർപ്പുവിളികളോടെ നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ട് പപ്പായെയും മമ്മിയെയും നമുക്ക് സ്വാഗതം ചെയ്യാം. Thank you.
എത്തിനോക്കാം. കുടുംബത്തിൽ ജോസഫിന്റെയും അന്നമ്മയുടെയും മൂത്ത മകനായി ജനിച്ച സിറിയക് തന്റെ ഉപരിപഠനത്തിന് ശേഷം BSNL ഓഫീസറായി നിയമിതനായി. അതിനുശേഷം കട്ടച്ചിറ ഇടവകയിലെ പറമ്പേട്ട് കുടുംബത്തിലെ മത്തായിയുടെയും അന്നമ്മയുടെയും ഏക മകളും ഹൈസ്കൂൾ അധ്യാപികയുമായിരുന്ന ആലീസിനെ 1975 ജനുവരി 6 തന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുകയും ചെയ്തു. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം 4 മക്കളെ തന്ന് അനുഗ്രഹിച്ചു. BSNL ഡെപ്യൂട്ടി മാനേജറായി റിട്ടയർഡായ പപ്പായും ഡയസീഷ്യൻ കോർപ്പറേറ്റ് ഹൈസ്കൂൾ അധ്യാപിക വൃത്തിയിൽ നിന്നും റിട്ടയർഡായ മമ്മിയും ഇപ്പോൾ പ്രാർത്ഥനയിലൂടെയും മറ്റ് ഭക്ത സംഘടനകളുടെ ഭാരഭാഗിത്വം വഹിച്ചുകൊണ്ടും തങ്ങളുടെ ജീവിതയാത്ര തുടർന്നു കൊണ്ടുപോകുന്നു. 50 വർഷത്തെ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുമ്പോൾ സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും ആവർത്തിക്കുന്നു, ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് ആഹ്ലാദിച്ച് ആനന്ദിക്കാം. എന്തിനും ഏതിനും ഒരു ആരംഭമുണ്ട്. അത് പ്രാർത്ഥനയോടുകൂടി ആകുമ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ജ്ഞാനായക്കാരുടെ പ്രാർത്ഥനാ ഗാനമായ മാർത്തോമൻ പാടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. മാർത്തോമൻ ഗാനം ആലപിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വാഗതം ആശംസിക്കുന്നതിനായി സിറിയക് ആലീസ് ദമ്പതികളുടെ മൂത്ത മകനായ സിജോയ് സിറിയക്കിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ അപ്പ, മമ്മി, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ബന്ധുജനങ്ങളെ, സുഹൃത്തുക്കളെ, 50 കൊല്ലം മുൻപ് കട്ടച്ചിറ പള്ളിയുടെ ഈ അൽത്താരയുടെ മുൻപിൽ നടത്തിയ വിവാഹ വാഗ്ദാനത്തിന്റെ സുവർണ ജൂബിലിയുടെ പപ്പായി മമ്മിയും ആഘോഷിക്കുവാന്റെ നിറവിലാണ് നമ്മൾ. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മൾ കൃത്യത ബലിയൊക്കെ അർപ്പിച്ചു. പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുവാനായിട്ട് പപ്പായ്ക്കും മമ്മിക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ ദാമ്പത്യ ജീവിതത്തിന്റെ ഫലം അനുഭവിച്ച മക്കളും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ ഇപ്പോൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുക. നമ്മുടെ മാതാപിതാക്കൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ ദാമ്പത്യ ജീവിതം, അവരുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പപ്പായുടെ മമ്മി. വി ആർ സെലിബ്രേറ്റിംഗ് ദെയർ ലൈഫ്. അവരുടെ 50 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ മാത്രം സെലിബ്രേഷൻ അല്ല, അവര് വിശ്വാസത്തിൽ വളർത്തിയ, സ്നേഹത്തിൽ വളർത്തിയ ഒരു തലമുറയുടെ 50 വർഷത്തെ സെലിബ്രേഷൻ കൂടിയാണ്.
ഞങ്ങൾ മക്കൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അറിയാം ഞങ്ങളുടെ എല്ലാ ജീവിത വിജയങ്ങളുടെയും പിന്നിലുള്ളത് അവരുടെ ത്യാഗോജ്വലമായ പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതവുമാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം. ഇത് അപ്പം അത് ഞങ്ങളിലേക്ക് പകർന്നു തരുവാനായിട്ട് പ്രത്യേകിച്ച് ഇവരുടെ കാരണവന്മാർ വഴി കിട്ടിയ ഒരു ദൈവ വിശ്വാസമുണ്ട്. പറപ്പള്ളിയില് പുളുക്കിയില് പറമ്പേട്ട് ഇങ്ങനെ കാരണവന്മാർ വഴി പകർന്നു കിട്ടിയ വിശ്വാസം പരമാവധി ഞങ്ങളിലേക്ക് തരുവാനായിട്ട് പപ്പായി മമ്മി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മൂല്യമാണ് അവരുടെ പാവങ്ങളോടും അവശത അനുഭവിക്കുന്നവരോടുമുള്ള സ്നേഹവും സ്നേഹം. ഞാൻ ഓർക്കുകയാണ്, ചെറുപ്പത്തിൽ ഒരാൾ പറയുന്ന കേട്ടാണ്, മമ്മി 10 രൂപയുടെ മത്തി മേടിച്ചിട്ട് 100 രൂപ അതിൽ നിന്ന് ലാഭിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരത് പോയി ഏറ്റവും പോയി വലിയ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനുള്ള ആ മനസ്സ്, അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഏതായാലും വി ആർ വെരി താങ്ക്ഫുൾ ഫോർ യു. ആൻഡ് ഇന്നത്തെ സ്റ്റാറായ പപ്പായും മമ്മിയും സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ട് ഒത്തിരിയേറെ വൈദികർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സെന്റ് പോൾ സൊസൈറ്റിയുടെ വൈസ് പ്രൊവിൻഷ്യൽ സാജു അച്ഛൻ, അതുപോലെ സെന്റ് പോൾസിൽ നിന്നുള്ള വളരെ അച്ഛന്മാര്, നമ്മുടെ വികാരി അച്ഛന്, അതുപോലെ സണ്ണി അച്ഛന്, നമ്മുടെ ഇടവകയിൽ നിന്നുള്ള വൈദികര്, വളരെ സിസ്റ്റേഴ്സ്, നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ഈ സന്തോഷ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തി. പപ്പായുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അമ്മ വീട്ടിൽ നിന്നാൽ പപ്പായാണ് മൂത്ത ചേട്ടൻ. അപ്പൊ കുടുംബാംഗങ്ങളെയെല്ലാം വളരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമാണ് പപ്പായ്ക്കുള്ളത്. എനിക്കറിയാം, ചെറുപ്പത്തോടെ ഞാൻ അനുഭവിച്ചതാണ്. അപ്പം ഇവിടെ എത്തിയ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് ഇവിടെ എത്തിയ ഞങ്ങളുടെ സുഹൃത്തുക്കള്, ഇടവക ജനങ്ങള്, അതുപോലെ പപ്പായുടെയും മമ്മിയുടെയും പഴയ സഹപ്രവർത്തകര്, വിൻസെന്റ് പോളിന്റെ രൂപത ഭാരവാഹികള്, BSNL സഹപ്രവർത്തകര്, പിന്നെ കുടായ യോഗം, പിന്നെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കള്, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി പപ്പായും മമ്മിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിന്റെ വളർച്ചയുടെ നാൾവഴികൾ കാലക്രമം അനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. We present you the expansion of our small family in chronological order.
ജോസഫിനും റഘുവേൽ സാറായിക്കും അനുഗ്രഹം നൽകിയതിനെ അനുസ്മരിപ്പിക്കുന്നു. ഗോൾഡൻ ജൂബിലി നിലവിലായിരിക്കുന്ന പപ്പായ്ക്കും മമ്മിക്കും ഈ അനുഗ്രഹത്തിന്റെ ഓർമ്മ ഒരിക്കൽ കൂടി പുതുക്കുന്നതിനായി സഹോദരി ലീലാമ്മ ആന്റിയെ വാഴുപിടുത്തത്തിനായി ക്ഷണിക്കുന്നു. പപ്പായ്ക്കും മമ്മിക്കും ആശംസകൾ അർപ്പിക്കുന്നതിനായി സെന്റ് പോൾ സഭയുടെ വൈസ് പ്രൊവിൻഷ്യലായി മുംബൈയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സാജു ഇല്ലിക്കലച്ചനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീ സാർ, ആലിസ് ടീച്ചർ, സഹോദരങ്ങളെ, സാറും ടീച്ചറും അല്ല ഞാൻ വിളിക്കാറ്, സാധാരണ പപ്പയും മമ്മീനെ ഞാൻ വിളിക്കാറ്. കാരണം ഏകദേശം 15 വർഷം മുമ്പാണ് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സൈറ്റ് അച്ഛനോടൊപ്പം, അന്ന് സൈറ്റ് ബ്രദറായിരുന്നു. ഞങ്ങൾ വൊക്കേഷൻ പ്രൊമോഷനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോൾ മുതൽ, അന്ന് പരിചയപ്പെട്ടപ്പോൾ മുതൽ ഞങ്ങളെ സ്വന്തം മക്കളായിട്ട്, എല്ലാ സെന്റ് പോൾ സംഘങ്ങളെയും സ്വന്തം മക്കളായിട്ട് തന്നെയാണ് പപ്പയും മമ്മിയും കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം, ബാക്കി മക്കളോടൊപ്പം തന്നെ. വിവാഹത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആദ്യം തന്നെ എല്ലാ ആശംസകളും, സ്നേഹോഷ്മളമായ ആശംസകളും പ്രാർത്ഥനകളും സൊസൈറ്റി സെന്റ് പോളിൻ്റെ നാമത്തിലും, സൈത്യംഗമായിരുന്ന സൊസൈറ്റി സെന്റ് പോളിൻ്റെ നാമത്തിലും, പ്രത്യേകിച്ച് സെന്റ് പോൾസിൽ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന അച്ഛന്മാരുടെ നാമത്തിലും ഏറ്റവും ഹാർദമായി സ്നേഹത്തോടെ ആശംസിക്കുന്നു. വിവാഹവേളയിൽ ഞാൻ എപ്പോഴും സന്ദർശനം പറയുമ്പോൾ പറയാറുണ്ട്, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു സാഹസിക യാത്ര പോലെയാണ്, അഡ്വഞ്ചറസ് ജേർണി. എവറസ്റ്റ് കൊടുപിടിയൊക്കെ കീഴടക്കാനായിട്ട് സാഹസിക യാത്ര തുടങ്ങിയത് 50 വർഷം മുമ്പ് ഇവരും ഒരു സാഹസിക യാത്ര തുടങ്ങിയതാണ്. സ്നേഹത്തിൻ്റെ എവറസ്റ്റ് കീഴടക്കുവാനായിട്ട്, സ്നേഹത്തിൻ്റെ കൊടുമുടി കീഴടക്കുവാനായിട്ട്. ഇന്ന് 50 വർഷം പൂർത്തിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ ആ കൊടുമുടി ഏതാണ്ട് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണത അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തലത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തെ തീർച്ചയായിട്ടും അവരെക്കുറിച്ചുള്ള ഗുണങ്ങളും അവരുടെ മൂല്യങ്ങളും അവരവരുടെ മക്കൾക്ക് പകർന്നു കൊടുത്തിരിക്കുന്ന നല്ല വിശ്വാസങ്ങളും മൂല്യങ്ങളും എല്ലാം സിജോ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ആ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഞാൻ കിടക്കേണ്ട, പക്ഷേ എങ്കിൽ കൂടി എനിക്ക് വളരെ വ്യക്തിപരമായി അനുഭവവേദ്യമായിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ചും എപ്പോഴൊക്കെ ഞാനിവിടെ സൈത്തച്ഛൻ്റെ കൂടെയും അല്ലാതെ ഒറ്റയ്ക്കും വീട്ടിലൊക്കെ വരുമ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്, ആദ്യമായിട്ട് പറയുകയാണ്, അവർ തമ്മിലുള്ള ഒരു ഐക്യവും സ്നേഹവും
അത് വളരെ എടുത്തു പറയേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നുകയാണ്. ഒരിക്കൽ പോലും തമാശ രൂപേണ എല്ലാവരും ഒന്ന് അരിശപ്പെടുകയോ മുഖം കത്തോ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോഴും തമാശ പറയാനും ഒരു സാറിൻ്റെതായ രീതിയിലുള്ള ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ടീച്ചറിൻ്റെതായ ഒരു ഡിസിപ്ലിനിലൂടെ സാറിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഷുഗറൊക്കെ കൂടുതലുള്ള കാര്യങ്ങൾ ഭക്ഷിക്കാതിരിക്കാനായിട്ട് ഇപ്പോഴും ആ ഒരു ഡിസിപ്ലിൻ. അതുപോലെ തന്നെ സജിത്ത് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു ടീമായിട്ട് ഒന്നിച്ച് ബോംബെയിൽ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയാം. അച്ഛൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ എല്ലാം മാതൃകാപരമാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. സാധാരണ ഞങ്ങൾ അച്ഛന്മാർ വേറെ അച്ഛൻ ഞങ്ങളെ പുകഴ്ത്തി പറയാനില്ലെങ്കിൽ ഈ അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ്റെ മാതൃകാപരമായ ആ ഡിസിപ്ലിനും ഹാർഡ് വർക്കും എല്ലാം തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയൊരു മൂല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ്. മക്കൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ അച്ഛന്മാർക്കും സഹിച്ചച്ഛനെ ഫോൺ വിളിക്കുമ്പോഴേക്കും ഇപ്പോഴും ഏറ്റവും ഊഷ്മളതയോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ഇനിയും വളരെ കൂടുതൽ വർഷങ്ങൾ ഇതേ സ്നേഹത്തിലും ഇതേ ഐക്യത്തിലും ഞങ്ങൾക്ക് മാതൃകയായി, ഞങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷനായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ആഴമേറിയ ദൈവവിശ്വാസവും ഐക്യവും ഡിസിപ്ലിനും നിങ്ങൾ സഹിച്ചതിനായിട്ട് കൊടുത്തിരിക്കുന്ന സഹിച്ചതിന് സൊസൈറ്റി സെൻറ്റ് പോളിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു ഓഫീസാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് പ്രൊവിൻഷ്യൽ കൗൺസിലറായും ഞങ്ങളുടെയൊക്കെ പബ്ലിക്കേഷൻ്റെ എഡിറ്ററായിട്ട്, ചീഫ് എഡിറ്ററായിട്ടുമാണ് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലാണ് സഹിച്ചതിന് സേവനം അനുഷ്ഠിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് ഇത്രയും ചെറുപ്രായത്തിന് എത്തുവാൻ സഹിച്ചതിന് സാധിച്ചത് നിങ്ങളിൽ നിന്ന് സ്വായത്തമാക്കിയിരിക്കുന്ന ഗുണങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഞാൻ കൂടുതൽ ആളുകൾ ഇവിടെ വരുമായിരുന്നു സൊസൈറ്റി ഇപ്പോൾ ഇന്നേ ദിവസം തന്നെ ഞങ്ങളുടെ മറ്റൊരു അച്ഛൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് അങ്ങോട്ട് പോയി. പ്രൊവിൻഷ്യൽ അച്ഛൻ മണിപ്പൂരിൽ ഇന്നൊരു നാളെ ഒരു അച്ഛൻ്റെ ഓർഡിനേഷൻ ഉണ്ട്, ഒരു ഡീക്കൻ്റെ, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. എങ്കിലും പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ പേരിലും സൊസൈറ്റി ഓഫ് സെൻറ്റ് പോളിൻ്റെ പേരിലും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, Father Saju, for your gracious words of felicitation. ജൂബിലി ആഘോഷങ്ങളുടെ ഭംഗി കൂട്ടുവാൻ ഒരു മംഗളഗാനവുമായി വരുന്നു പപ്പായുടെയും മമ്മിയുടെയും മക്കളും മരുമക്കളും.
നിങ്ങൾക്ക് മുമ്പിൽ പപ്പായുടെയും മമ്മിയുടെയും കൊച്ചുമക്കൾ ആഞ്ചല, ഐറിൻ, ആഷ്ലിൻ ആൻഡ് സിയോണ. മാധുര്യം നിറഞ്ഞ ഒരു ദൈവവിളിയാണ്. ആ മാധുര്യം 50 വർഷം ആസ്വദിച്ചവരാണ് ഞങ്ങളുടെ പപ്പായും മമ്മിയും. ഇന്ന് ജൂബിലി നിറവിലായിരിക്കുന്ന പപ്പായെയും മമ്മിയെയും കേക്ക് കട്ട് ചെയ്ത് മധുരം പങ്കുവെക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു മ്യൂസിക്കൽ പെർഫോമൻസിനായി സിറിയക്കിന്റെ സഹോദരപുത്രൻ റോഷൻ രാജുവിനെ ക്ഷണിക്കുന്നു. റോഷൻ ഒരു പ്രൊഫഷണൽ സിംഗറും കോളേജ് ബാൻഡിലെ അംഗവുമാണ്. These are some of the romantic pieces that I have selected for my Velli Papa. So here I go. Being young, you made me feel as though I was numb. We danced the night away, we drank too much. I held your head back when you were throwing up. Then you smiled over your shoulder. For a minute I was stone cold sober. I wanna dance with you right now. And you asked me to stay over. I
I said I already told you, I think that you should get some rest. I knew I loved you then, but I never showed. I wanna stay with you until we're grand old. I wanna love you then, but you never know. Darling, stay with me until we're grand old. Just say you won't let go. Oh, just say you won't let go. I'll wake you up with some breakfast in bed. I'll bring you coffee with a kiss on your hand, and I'll take the case to school, wave them goodbye, and I'll tie my lucky stars for that night. When you looked over your shoulder, for a minute I was stone cold sober. I wanna dance with you right now. Yeah, and you look as beautiful as ever, and I swear that every day you get better. You make me feel this way somehow. I'm so in love with you, and I hope you know, darling, your love is more than really dreamed of. We've come so far, my dear, look how we grow. Darling, stay with me until we're grand old. Just say you won't let go. Oh, just say you won't let go. വർഷത്തെ ദാമ്പത്യ ജീവിതം എന്നത് പപ്പായുടെയും മമ്മിയുടെയും വലിയൊരു യാത്ര തന്നെയായിരുന്നു. ആ യാത്രയിൽ പരസ്പരം താങ്ങും തണലുമായി, ഇണയും തുണയുമായി അവർ ഒരുമിച്ച് നടന്നു. 50 വർഷത്തെ ജൂബിലി നിറവിലായിരിക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ഹൃദയ വികാരം? എന്തായിരിക്കും അവർക്ക് നമ്മളോട് പറയാനുള്ളത്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പപ്പ, വിവാഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ പപ്പായുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? എനിക്ക് ഈ അവസരത്തിൽ തോന്നുക, എൻ്റെ വിവാഹം 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടന്നത്, ഇന്ന് ഏത് രൂപത്തിൽ നടക്കുന്നു. അന്ന് ഇതുപോലെയുള്ള പാട്ടോ അതുപോലെയുള്ള മറ്റ് കലാപരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സാധാരണ രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ഒരു മേക്കപ്പും ഇല്ലാതെ പള്ളിയിൽ പോയി വിവാഹത്തിന് സംബന്ധിച്ചു. ഇന്ന് ഈ ജൂബിലി ദിവസത്തിൽ പോലും ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഞങ്ങളും ഒക്കെ മോടിയായി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചായം പൂശി ഒക്കെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ കാലത്തിൻ്റെ 50 വർഷം കൊണ്ട് കാലത്തിനുണ്ടായ മാറ്റത്തെ പറ്റിയാണ് എൻ്റെ മനസ്സിൽ. പപ്പ, മമ്മി, നീ മമ്മിയോടാണ് 50 വർഷത്തെ ദാമ്പത്യ യാത്രയുടെ നിറവിലായിരിക്കുമ്പോൾ മമ്മിയുടെ മനസ്സിലേക്ക് വരുന്ന ഹൃദയ വികാരം ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങളുടെ ജൂബിലിയിൽ ബാനി അർപ്പിച്ചു പ്രാർത്ഥന കൊണ്ടും ഇവിടെ സാന്നിധ്യം തന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സും, വാത്സല്യതയായ കൊച്ചുമക്കളെ, അതുപോലെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളുടെ സഹോദരന്മാരെ, ഈ എല്ലാവരുടെയും ക്രിസ്മസിൻ്റെയും നവോത്സവത്തിൻ്റെയും പങ്കാളികളുടെയും നിങ്ങളോർക്കുമായിരുന്നു ഈ ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ ക്രിസ്മസിൻ്റെയും ആ സീസണിൻ്റെ നന്മകളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലിപ്പോൾ ഹൃദയത്തിൽ ഇപ്പോൾ തളർന്നിട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആശംസിച്ചത്. ദൈവസ്നേഹം വർണ്ണിച്ചില്ല വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ,
വാക്കുകൾ പോരാ. ഈ ഗാനത്തിന്റെ രീതികളെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അർത്ഥവത്താത്ത രീതിയിലാണ് ദൈവം ഞങ്ങളെ തിരിഞ്ഞ ആ അനുഗ്രഹങ്ങളെ എത്ര നന്ദി പറഞ്ഞാലും നിങ്ങൾക്ക് വാക്കുകൾ പോരാ. ഞാൻ 2 സെന്റൻസ് എഴുതി പഠിച്ചിട്ടുള്ള എന്നോട് പലരും ചോദിച്ചായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത സംഭവങ്ങൾ പറ്റിയിരുന്നു. ഇപ്പം ഞാൻ ഇപ്പം പങ്കുചെയ്യുന്നു. അതുകൊണ്ട് ആദ്യം മുതലൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി അനുയോജ്യമായിട്ടുള്ള ഒരാളെ ദൈവമാദിയിലെ കണ്ടുപിടിച്ച് ഞങ്ങളെ യോജിപ്പിച്ച് ഞങ്ങളെ മനസ്സിലാക്കിയ ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതുപോലെ തന്നെ 50 വർഷക്കാലം ഞങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും കൂടാതെ ഞങ്ങളെ ഇത്രയും നാളും കാത്തു പരിപാലിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും സഹായമുള്ള ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരു കാര്യങ്ങൾ ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ജന്മം തന്നെ ഞങ്ങളുടെ വളർത്ത് വലുതാക്കി ഞങ്ങളെ തക്ക വിവാഹം വെച്ച് പ്രവേശിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഗുരുഭൂതർക്കും അല്ലെങ്കിൽ ഞങ്ങളെ ഗുരുഭൂതർക്കും ഞങ്ങൾ പ്രത്യേകം നോക്കും. അവിടെ അനുഷ്ഠിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി എൻ്റെ മനസ്സിലാണ് ചെറിയ നല്ല എൻ്റെ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കുന്ന സന്തോഷകരമായ 2 വസ്തുതകളുണ്ട്. കുറച്ചിൻ്റെ അത് ദൈവം തന്ന അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ പ്രത്യേകം കരുതുന്നത്. അതെ, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എന്താ പറഞ്ഞു പറയാം തോന്നിയിട്ടുണ്ട്. ഞാൻ ഒന്നാമതായി ഞങ്ങളുടെ ഒരു മകൻ്റെ ആദ്യമായിട്ട് പൗരോഹിത്യം സ്വീകരിച്ച് കുർബാന അർപ്പിച്ചപ്പോൾ കുർബാനയുടെ മധ്യത്തിൽ ആ മകൻ്റെ കരങ്ങളിലുള്ള അപ്പവും മീനും ഈശോയുടെ തിരിച്ചറിഞ്ഞായി മാറിയ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ്. അന്ന് എനിക്ക് തോന്നിയ സന്തോഷവും അത്ഭുതവും ആനന്ദവും എൻ്റെ ഓർമ്മയ്ക്ക് എപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെയുള്ള എന്ന് തോന്നാറുണ്ട്. അന്നത്തെ പ്രത്യേകതയാണ്. രണ്ടാമതായി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, സൈന്യത്തിന് റോമിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സഭയുടെ മേലധ്യക്ഷനായ സഭാപിതാവായ ഫ്രാൻസിസ് മാപ്പായുടെ അടുത്ത് പോകുവാനും മാപ്പാപ്പയുടെ പേഷ്യൻ്റ് കുർബാനയിൽ പങ്കുകൊള്ളുവാനും ഞങ്ങളുമായിട്ട് സംസാരിക്കുവാനും ഞങ്ങളുടെ ജീവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുവാനും ദൈവം പ്രത്യേകം നിന്ന ആ അനുഗ്രഹത്തെ എനിക്ക് ഓർക്കാറുണ്ട്. പിന്നെ മൂന്നാമതായി ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾക്ക് ദാനമായി ദൈവം 4 മക്കൾ തന്നിട്ടുണ്ട്. ആ 4 മക്കളെയും അതുപോലെ അവരുടെ മരുമക്കളെയും അവരുടെ അർഹത അനുസരിച്ചുള്ള അവരുടെ കഴിവനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുവാനും അതുപോലെ അതനുസരിച്ചുള്ള മേഖലയിൽ പ്രവർത്തിക്കുവാനും ദൈവം തന്ന പ്രത്യേക അനുഗ്രഹത്തിന് ദൈവത്തിന് ഞങ്ങൾ 2 പേരും നന്ദി പറയാറുണ്ട്. പിന്നെ വീണ്ടും ഗവൺമെൻറ് മിസ്സിൽ ഞാൻ എൻ്റെ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കുന്ന ഒത്തിരി നല്ല കാര്യങ്ങൾ നല്ല ഓർമ്മകൾ ഒക്കെയുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പെടുത്തുന്നത്, ഞങ്ങളുടെ വിവാഹം ജനകാ പെരുന്നാൾ എനിക്ക് 6-ാം തീയതിയാണ്. അന്നേ ദിവസം തന്നെയാണ് ഞങ്ങളുടെ മക്കളുടെ 3 പേരുടെയും എൻഗേജ്മെൻറ്റും അതുപോലെ പെങ്ങളുടെ എൻഗേജ്മെൻറ്റും. അതേസമയത്ത് ആ ജനുവരി 5-ാം തീയതി തന്നെയാണ് ഞങ്ങളുടെ മകൻ്റെ തിരുപ്പുഴ ഭാഗമായി ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും മധുരിക്കുന്ന ഓർമ്മകളായിട്ട് അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് കാത്ത സൂക്ഷിക്കുന്നതാണ്. പിന്നെ വേറെ അടുത്തൊരു കാര്യം പറയുന്നത്, ഈ സമയത്ത് തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട മക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പിന്നെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത സഹോദരി എന്ന നിലയിൽ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും സ്നേഹവും ഞങ്ങൾ നന്ദിയോട് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിൻ്റെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇന്ന് ജൂബിലിയാണെന്ന് അറിയാം, 10-ലേക്ക് കൃതിതാകലിയാണെന്ന് അറിയാം. അത് കൂടുതലായിട്ട് യാതൊരു പരിപാടികൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് ഞങ്ങൾക്ക് സർപ്രൈസ് ആകത്തക്ക വിധം ഞങ്ങളുടെ മക്കൾ ഇതെല്ലാം ക്രമീകരിച്ച് ഇന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് കടക്കാൻ സമയത്തൊന്ന് ജസ്റ്റ് പറഞ്ഞായിരുന്നു. ഇന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് ഇതെല്ലാം ഞങ്ങൾ അറിയുന്നത് കാണുന്നത്. എനിക്ക് പ്രത്യേക സന്തോഷവും അവരെക്കുറിച്ച് അഭിമാനം പ്രത്യേകമായിട്ട് സയ്യിദച്ചനോടും സിജോയോടും എല്ലാ മക്കളും ഈ ഇങ്ങനെ പരിപാടി ക്രമീകരിച്ചതിനും ഭംഗിയായിട്ട് നടത്തുന്നതിനും എനിക്ക് അഭിമാനവും സന്തോഷവും ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ കുടുംബത്തിലാളികൾക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളോട് ഇതുവരെയും കാണിച്ചിട്ടുള്ള സ്നേഹബഹുമാനാദരങ്ങൾക്കും സ്നേഹത്തിനെല്ലാം അതുപോലെ ഞങ്ങളുടെ പങ്കെടുത്ത എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതാണ്. വ്യക്തി സമയം
Thank you, dear Papa and Mommy, for speaking from your heart. It means a lot to us. ഞങ്ങൾ പറപ്പള്ളി കുടുംബക്കാർ ചെറിയൊരു ഡാൻസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. മധുപകരു മലച്ചൊരിയും അനുരാഗ പൗർണമിയേ നീ മധുപകരു മലച്ചൊരിയും അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ നീ മധുപകരു മലച്ചൊരിയും അനുരാഗ പൗർണമിയേ മംഗളങ്ങൾ വാരിക്കൊരു ചൊരിയാം നമുക്ക് മധുവിധ വാസന്തരാവിൽ പാട്ടുകൾ വിരിച്ചണിയിരുന്നാം ഇവന് കല്യാണ പാട്ടുപാടി ഉണർന്നാം ആരഹാരമണിഞ്ഞരാം ആനന്ദമുല്ലാസമാനമൊരു ചുവടുവച്ചു പാടാം ശുദ്ധരാഗി മനസ്സിൽ കൊണ്ടുനേരാം ആശംസ ചുവടുവച്ചു പാടാം ശുദ്ധരാഗി മനസ്സിൽ കൊണ്ടുനേരാം ആശംസ. ഔദ്യോഗികമായി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി സിറിയൻ ആലീസ് ദമ്പതികളുടെ ഇളയ മകനും ഇപ്പോൾ സെന്റ് പോൾസ് സഭയിലെ കൗൺസിലറും സെന്റ് പോൾസ് പബ്ലിക്കേഷന്റെ ചീഫ് എഡിറ്ററുമായ ഫാദർ സജിത് പറപ്പള്ളി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, കുടുംബക്കാരെ, മക്കളായ ഞങ്ങളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹത്തിൻ്റെ ആവിഷ്കാരവും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രത്യത്തിനുമാണ് ഇന്നത്തെ ഈ ദിവസം. കാരണം ഉപ്പാടും അമ്മയുടെയും 50-ാം വിവാഹ വാർഷികം ഒന്നിച്ച് ഒരുമയോടെ ആഘോഷിക്കണമെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു. ദൈവം അതിന് ഇടവരുത്തി. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ആരും ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ലോകത്തിൽ 2 കാര്യങ്ങൾ മാത്രമാണ് എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തത്. 2 കാര്യങ്ങൾക്ക്. 1 വീഞ്ഞ്, 2 വിവാഹം. കാരണം വീഞ്ഞ് വിവാഹവും വർഷം കഴിയുന്നതോറും അതിൻ്റെ മാധുര്യം കൂടുന്നു എന്നതാണ് സത്യം. പ്രത്യേകിച്ച് പപ്പാടും അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വളരെ ബോധ്യമുണ്ട്. കാരണം ഓരോ വർഷം ചെല്ലുന്തോറും അവരുടെ പ്രായം കൂടുന്തോറും അവരുടെ ജീവിതത്തിൻ്റെ ഒരുമയുടെ സ്നേഹത്തിൻ്റെ ഒക്കെ മാധുര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ വീട്ടിൽ നടക്കാറുണ്ട്. എന്നിരുന്നാലും
അവരുടെ ജീവിതത്തിന് മാധുര്യം വർഷം തോറും പ്രായം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ പപ്പ മമ്മിയെ വിളിക്കാറുണ്ട്, ഇടി ആലീസേ എന്ന്. ആ നീട്ട വിളി എനിക്ക് തോന്നുന്നത് പപ്പായുടെ മാത്രം അവകാശപ്പെട്ടതാണ്. അതായത് അതുപോലെ തന്നെ പപ്പായെ കാണാത്ത ചില നിമിഷങ്ങളിൽ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമാണ് പറമ്പിലേക്ക് പോകുന്നത്, ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ ആ വിവാഹ ജീവിതത്തിന്റെ മാധുര്യം ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഈ അവസരത്തിൽ നന്ദിയുടെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നതിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വികാരി അച്ഛനാണ്, ജോയി കളവേലിന്റെ അച്ഛൻ. അച്ഛനെ പ്രത്യേകമായി ഓർക്കുകയും അച്ഛൻ നന്ദി പറയുകയും ചെയ്യുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ധാരാളം വൈദികരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് സെന്റ് പോൾ വൈസ് പ്രൊഫസർ സാജു അച്ഛൻ, സെന്റ് പോൾസിലെ കമ്മ്യൂണിറ്റി സുപ്പീരിയർ ബ്ലേസ് അച്ഛൻ, പിന്നെ ഞങ്ങളുടെ സണ്ണി അച്ഛൻ, മറ്റ് ഷൈമോൻ അച്ഛൻ, സുനിൽ അച്ഛൻ, സനീഷ് അച്ഛൻ, അങ്ങനെ ഒരുപാട് വൈദികരുണ്ട്. അതിൽ കൂടുതൽ സിസ്റ്റേഴ്സ് ഉണ്ട്. മമ്മിയുടെ സഹപ്രവർത്തകരായിരുന്ന സിസ്റ്റർ ജോവാൻ, അങ്ങനെ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് കട്ടച്ചിറ വിസിറ്റേഷൻ ഗവൺമെന്റിലെ ഓരോ സിസ്റ്ററിനെയും മദറിനെയും പ്രത്യേകം ഞാൻ ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ഗുണപ്പറമ്പായ സിസ്റ്റർ ഷെറിനാണ്. എല്ലാ കാര്യത്തിലും, കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും സിസ്റ്റർ ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ കാര്യത്തിലും ചുക്കാൻ പിടിക്കുന്ന സിസ്റ്ററെ പ്രത്യേകം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. പിന്നെ പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ പപ്പായുടെ സഹോദരന്മാരായ വലിച്ച അച്ഛൻ ബ്രദർ PJ അബ്രഹാം, ടോമി ആൻഡ് ഫാമിലി, രാജു ആൻഡ് ഫാമിലി, ടിബി ആൻഡ് ഫാമിലി, അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുകയാണ്. പറപ്പള്ളി കുടുംബത്തിൽ മാത്രമല്ല, മമ്മിയുടെ കുടുംബമായ പറമ്പേട് ഫാമിലിയിലെ എല്ലാ സഹോദരന്മാരെയും ഈ അവസരത്തിൽ ഓർക്കുകയും അവരെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രത്യേകമായി പറയാനുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ വരികയും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. പിന്നെ നന്ദി പറയേണ്ടത് ഇന്നത്തെ നല്ല ഫുഡ് അറേഞ്ച് ചെയ്ത മാതാ കേറ്ററിംഗിലെ റിജി ചേട്ടനെയും അതുപോലെ തന്നെ ഗായക സംഘത്തെയും തമസൂട്ടി ആൻഡ് ടീമും പിന്നെ വീഡിയോഗ്രാഫർ ആൻഡ് ടീമും ഇവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുകയാണ്. അവസാനമായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്രത്യേകമായി ഞങ്ങൾക്ക് എന്ത് പറയേണ്ടത് പപ്പായോടും മമ്മിയോടുമാണ്. കാരണം they are the reasons for our celebration. അവരാണ് ഞങ്ങളുടെ ഈ ആഘോഷത്തിന്റെ കാരണം. അവരെ പ്രത്യേകമായി ഓർക്കുന്നു. അവർ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്കും 1000 നന്ദി. താങ്ക് യു. ആശംസകൾ അർപ്പിക്കുവാനുള്ള അവസരം കൂടിയുണ്ട്. ആദ്യമായി സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിലെ രൂപത ഭാരവാഹികളെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. In the morning light, I see your smile. Every moment with you feels so worthwhile. Through the laughter and the tears we've shared, our love's a journey beautifully rare. Together forever, hand in hand, through every season together we stand. With every heartbeat, our love will grow. Happy anniversary, let our love glow. We've built a life so rich and sweet. With every memory, our hearts skip a beat. From quiet evenings to the dreams we chase, in your warm embrace, I found my place. Together forever, hand in hand, through every season together we stand. With every heartbeat, our love will grow. Happy anniversary, let our love glow. Years may pass, but our love won't fade.
Together we've made a story of passion, a tale of grace. With you by my side, I found my place. Together forever, hand in hand, through every season together we stand. With every heartbeat, our love will grow. Happy anniversary, let our love glow. We've built a life so rich and sweet. With every memory, our hearts skip a beat. From quiet evenings to the dreams we chase, in your warm embrace, I found my glow. Years may pass, but our love won't fade. In the book of life, together we've made a story of passion, a tale of grace. With you by my side, I found my space. Years may pass, but our love won't fade. In the book of life, together we've made a story of passion, a tale of grace. With you by my side, I found my space. 2 years to us on this special day. With all my heart, I just wanna say, you're my forever, my dream come true. Happy anniversary, I love you.
അവസരത്തില് ആലിശ്ശേരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആലിശ്ശേരി പറയുണ്ടായി, ചേച്ചി എവിടെ വന്നാലും കൊന്തയായിട്ട് വരുള്ളൂ. ചേച്ചി തന്നെ കെട്ടിയ കുറെ കൊന്തകളുണ്ടാവും. എന്തെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും ആഘോഷത്തിനും വരുമ്പോൾ അവിടെ വിതരണം ചെയ്യാനും കൊന്ത ചെല്ലണമെന്ന് ഈ കുടുംബാംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആലിശ്ശേരിയിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കുടുംബം ആരും അറിയാതെ വലിയ പ്രേക്ഷിത പ്രവർത്തനവും കരുണയുടെ ഒരു സുവിശേഷം ജീവിതത്തിലൂടെ പ്രസംഗിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് 50 വർഷത്തെ വെഡിങ്ങിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തില് ഞങ്ങൾ പുളിക്കൽ കുടുംബം ഒന്നാകെ ചേട്ടായിക്കും ചേച്ചിക്കും മംഗളങ്ങൾ ആശംസിക്കുന്നു.